പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറ ഒരുമിച്ച് കൂട്ടിയാൽ, മഹ്ശറ സംവിധാനിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എല്ലാവരെയും അല്ലാഹുവിലേക്ക് മടക്കുന്ന ഒരു ദിവസമുണ്ട്, റബ്ബിലേക്ക് തിരിച്ചു വിളിക്കുന്ന സമയം. ഇന്ന ഇലൈനാ ഇയാബഹും, എല്ലാവരും റബ്ബിലേക്ക് മടങ്ങി വരുന്ന ദിവസം. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, എല്ലാവരോടും പടച്ച റബ്ബ് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം. അതിനു വേണ്ടി മഹ്ശറയെ അല്ലാഹു തആല സംവിധാനിക്കുമ്പോ, ഈ ഭൂമിയെ അല്ലാഹു മറ്റൊരു ലോകമായി മറിക്കുമ്പോ, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു, ഈ ഭൂമിയെ അല്ലാഹു മറ്റൊരു ഭൂമിയായി മറിക്കും. ഈ ഭൂമിയിൽ മഹ്ശറ നടക്കുകയില്ല. ഈ ഭൂമി ഒരുപാട് തെറ്റുകൾ ചെയ്ത ഭൂമിയാ, അക്രമങ്ങളും കൊള്ളയും കൊലയും നടന്ന ഭൂമിയാ. അക്രമങ്ങളും കൊള്ളയും കൊലയും നടന്ന ഭൂമിയിൽ വെച്ചുകൊണ്ട് വിചാരണ നടക്കൂല. ഒരു തെറ്റും ചെയ്യാത്ത, രക്തം ഒലിപ്പിക്കാത്ത, തീർത്തും സുന്ദരമായ കുറ്റമുക്തമായിരിക്കുന്ന ഒരു ഭൂമിയെ അല്ലാഹു ഈ ഭൂമിയായി മറിക്കുന്നതാ. ആകാശങ്ങളെയും അതിനനുസൃതമായി മറിക്കും. അങ്ങനെ മറിക്കുമ്പോൾ ഈ ഭൂമിയിൽ പിന്നീട് കെട്ടിടങ്ങളില്ല, വൃക്ഷങ്ങളില്ല, പർവ്വതങ്ങളില്ല, റോഡുകളില്ല, തോടുകളില്ല, കുഴികളില്ല, കുണ്ടിലാ തറാഫിയ ഇവജം വലാ അംത. ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി അല്ലാഹു മറിക്കുമ്പോൾ എവിടെയും കുന്നുകൾ കാണില്ല, കുഴികൾ കാണില്ല, റോഡുകൾ കാണില്ല, തോടുകൾ കാണില്ല. വിശാലമായ വെള്ളിത്തറ പോലെ വെളുത്ത ഒരു ഭൂമിയായിരിക്കും. ആ ഭൂമിയിലാണ് അല്ലാഹു തആല മഹ്ശറ ഒരുമിച്ച് കൂട്ടുന്നത്. ഖിയാമത്ത് നാൾ വരേക്കും വരുന്ന സർവ്വ മനുഷ്യരെയും അവനവന്റെ ഖബറുകളിൽ നിന്ന് രണ്ടാമത് അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിച്ച്, ഫഇന്നമാ ഹിയ സജറത്തുൻ വാഹിദ ഫഇദാ ബിസ്സാഹിറ, രണ്ടാമത് സാഹിറ എന്ന് പറയുന്ന ഭൂമിയിലേക്ക് മനുഷ്യൻ ഒരുമിച്ച് കൂടുമ്പോ, ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ, 120 വരികളിലായി എല്ലാ മനുഷ്യരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ മുതൽക്ക് ഖിയാമത്ത് നാൾ വരേക്കും ഉള്ള സർവ്വ മനുഷ്യരെയും അല്ലാഹു 120 വരികളിലാണ് നിർത്തുന്നത്. ആ 120 വരികളിൽ 117 വരികളും നരകത്തിലേക്കുള്ളവരാ. 3 വരികളാണ് സ്വർഗത്തിലേക്കുള്ള ജനങ്ങൾ. മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നരകത്തിലേക്കുള്ളവരെയും സ്വർഗത്തിലേക്കുള്ളവരെയും ഒന്ന് വേർതിരിക്കാൻ വേണ്ടി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് പറയുമ്പോ, എത്രയാണ് വേർതിരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ മറുപടി, 1000 ആളുകളെ കൂട്ടത്തില് 999 നരകത്തിലേക്ക് പോകുമ്പോ ഒരാളാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ആ 999 ആളും നരകത്തിൽ പോകുമ്പോ ഒരാളെ സ്വർഗത്തിലേക്ക് പോകുന്നുള്ളൂ. ആ രൂപത്തിലാണ് നരകത്തിലേക്കും സ്വർഗത്തിലേക്കുമുള്ള ആളുകളെ വേർതിരിക്കുന്നത്. ആ രൂപത്തിൽ 117 വരികളും നരകത്തിലേക്ക് പോകുമ്പോ ഒരു 3 വരികൾ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളത്. ഈ വരികൾ 120 വരികളിൽ മനുഷ്യൻ നിൽക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനായത്ത് ഓതിയിട്ട് പറയുന്നു, യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫഖദു ബിന്നവാസി വൽ അഖ്ദാം. എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക്
കേൾക്കണോ? നാളെ മഹ്ശറയിലേക്ക് വരുമ്പോ ഓരോരുത്തർക്കും അവനവൻ ഇഷ്ടപ്പെടുന്ന വരിയിൽ ചെന്ന് നിൽക്കാൻ പറ്റില്ല. ഓരോരുത്തരെയും അവന്റെ ഐഡികളെ കൊണ്ട് തിരിച്ചറിയുന്നു. ആ ഐഡികളെ കൊണ്ട് തിരിച്ചറിയുന്നത് കാരണം അവനെ പ്രത്യേകം വരിയിലാണ് നിർത്തുന്നത്. കള്ളു കുടിക്കുന്നവർക്കൊരു വരികളുണ്ട്, കഥാ പലിശ വാങ്ങിത്തുന്നവർക്ക് പ്രത്യേകം വരികളുണ്ട്, 5 വഖ്ത് നിസ്കരിക്കാത്തവർക്ക് പ്രത്യേകം വരികളുണ്ട്. വ്യഭിചാരികൾക്ക് വേറെ വരികളുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വഞ്ചന നടത്തിയ ആളുകളെ തിരിച്ചറിയാൻ വരികൾ വേറെയുണ്ട്. ഓരോ തെറ്റുകാർക്കും ഓരോ വരികളാ. അതേ സമ്പത്തിന് സക്കാത്ത് കൊടുക്കാത്ത മുതലാളിമാര് 60, 70, 100, 150 പവൻ സ്വർണങ്ങളും സൂക്ഷിച്ചു വെച്ച്, അഥവാ ലക്ഷങ്ങൾ പണം സൂക്ഷിച്ചു വെച്ചിട്ട് അതിന് കൃത്യമായ സക്കാത്ത് കൊടുക്കാത്ത മുതലാളിമാർക്ക് പ്രത്യേകം വരികളുണ്ട്. ഓരോരുത്തരെയും അവനവൻ ഇഷ്ടപ്പെടുന്ന വരിയിൽ അവന് ചെന്ന് നിൽക്കാൻ പറ്റുന്നതല്ല. ഓരോ കുറ്റവാളികളെയും പ്രത്യേകം അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയും. ഞാൻ ഒറ്റ വാക്കിൽ ഉറപ്പെടുത്തുന്നു, ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഒരു പള്ളിയുടെയോ മദ്രസിന്റെയോ മഹല്ലത്തിന്റെയോ സംഘടനയുടെയോ മറ്റോ സെക്രട്ടറി സ്ഥാനമോ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിക്കാത്തവനാണെങ്കിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ സ്വന്തം മക്കളോടുള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരോടുള്ള ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കാത്തവനാണെങ്കിൽ അവൻ നാളെ ആഖിറത്തിൽ വരുമ്പോ അവന്റെ കഴുത്തിൽ ഇരുമ്പിന്റെ പെട്ടി ഉണ്ടാകുമെന്ന ആ ഇരുമ്പിന്റെ പെട്ടി അവന്റെ കഴുത്തിൽ കൂട്ടിക്കെട്ടിയിട്ട് കത്തുന്നുണ്ടാകും. ആ ഇരുമ്പിന്റെ പെട്ടി കത്തിയാളിയിട്ട് അവന്റെ കഴുത്തിങ്ങനെ ഉരുകി ഒലിക്കുന്നുണ്ടാകും. ആ വരിയിൽ നിൽക്കുന്ന ആളുകളെ മുഴുവൻ പെരടിയിലും അതുപോലത്തെ പെട്ടികൾ ഉണ്ടാകും. ആ പെട്ടികളൊക്കെ ഉത്തരവാദിത്തങ്ങളാ. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാ. ഇങ്ങനെ ഓരോരുത്തരെയും തിരിച്ചറിയാനുള്ള അടയാളങ്ങളാ. ദുനിയാവിൽ വെച്ചുകൊണ്ട് വ്യഭിചാരം ചെയ്ത സ്ത്രീ പുരുഷന്മാരാ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച മാർഗ്ഗത്തിലൂടെയല്ലാതെ വമൻ ഇബ്തഗാ വറഅ ദാലിക ഫഉലൈക ഹുമുൽ അവനവന്റെ സ്വന്തം ഭാര്യയിലൂടെയല്ലാതെ ഭർത്താവിലൂടെയല്ലാതെ അടിമ കച്ചവടം നടന്നിരുന്ന കാലത്ത് അടിമകളിലൂടെയല്ലാതെ അവനവന്റെ വികാര ശമനം തീർക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. വേറെ ഏത് വഴി സ്വീകരിച്ചുകൊണ്ടാണ് തന്റെ വികാര ശമനം നടത്തിയതെങ്കിൽ അവരൊക്കെ വ്യഭിചാരികളാണ്. പടച്ച റബ്ബിന്റെ നിയമം ലംഘിച്ചവരാ, വിട്ടുകടന്നവരാ. ആ വ്യഭിചാരം ചെയ്ത സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരെ തിരിച്ചറിയാൻ ഖബറിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രത്യേകം അടയാളങ്ങളുണ്ട്. അവരെ എല്ലാ ദുഃഖങ്ങളും അതാ ചീഞ്ഞളിഞ്ഞു ഒഴുകുന്നതാ. എല്ലാ ദ്വാരങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന ചലങ്ങൾ ഒഴുകുന്നത്. ആ പാരൽ കണക്കിന് ചീഞ്ചലം ഒഴുകുമ്പോൾ ആ ഒഴുകുന്ന ചീഞ്ചലം കൊണ്ട് ഇവർ വ്യഭിചാരികളാണെന്ന് തിരിച്ചറിയുന്നു. അവരെ പ്രത്യേകം വരിയിലാ നിർത്തുന്നത്. സുബ്ഹാനല്ലാഹ്, ദുനിയാവിൽ വെച്ചുകൊണ്ട് കള്ളു കുടിച്ചവര്, അതേ ലഹരി ഉപയോഗിച്ചവര്, അതേ ലഹരിക്ക് അടിമപ്പെട്ടവര്, കഞ്ചാവ് ഉപയോഗിച്ചവര്, മയക്കുമരുന്ന് ഉപയോഗിച്ചവര്, പടച്ച റബ്ബ് തന്ന ഏറ്റവും വിലപിടിപ്പുള്ള ബുദ്ധിയെ അത് നഷ്ടപ്പെടുത്തിയവര്, ബുദ്ധിക്ക് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ലഹരിയുടെ ലോകത്ത്, ആ മായാലോകത്ത് അവൻ കടന്നുകൊണ്ട് ആസ്വദിച്ചവനാ. 10ഉം 15ഉം വയസ്സായ കുട്ടികൾ വരെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്ന ഒരു കാലം, ഡക്ടറിനടിക്കുന്ന കാലം, കഞ്ചാവടിക്കുന്ന കാലം, അല്ലാഹ് മയക്കുമരുന്നിന്റെ ഗുളികകൾ ഉപയോഗിക്കുന്ന കാലം, കുത്തിവെക്കുന്ന കാലം, അതിന്റെ കാരിയറുകളാകുന്ന കാലം. ഇങ്ങനെ ദുനിയാവിൽ വെച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചൊരു മനുഷ്യൻ
മനുഷ്യനാണെങ്കിൽ അവൻ നാളെ ആഖിറത്തിൽ വരുമ്പോ ഖബറിൽ എഴുന്നേൽക്കുമ്പോൾ കള്ളു കുടിച്ചവന്റെ കഴുത്തിൽ പാനപാത്രം കെട്ടിത്തൂക്കിയിട്ടുണ്ടാകും. അവന്റെ കൈകളിലൊക്കെ പാത്രങ്ങൾ ഉണ്ടാകും. വ്യഭിചാരികളായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്ഥാനങ്ങളിൽ ചീഞ്ഞളിഞ്ഞൊഴിക്കുന്ന ആ ചലങ്ങൾ മുഴുവനും വാരിക്കോരി കുടിക്കുന്നത്. ആ രൂപത്തിലാണ് അവരെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അവർക്ക് പ്രത്യേകം വരികളാ. ഈ രൂപത്തിൽ അല്ലാഹു മഹ്ശറിൽ വരി നിർത്തിയിട്ട് കുറ്റവാളികളെ പിടിച്ച് വരിയിലേക്ക് നിർത്തുന്നത് ദുനിയാവിലെ പോലീസുകാർ കുറ്റവാളികളെ പിടിക്കുന്ന പോലെയല്ല. ദുനിയാവിൽ മഹാപാപം ചെയ്ത കുറ്റവാളികളെ പോലീസുകാർ പിടിക്കുന്നത് കാണാറില്ലേ? രണ്ട് കൈകൾ പിറകോട്ട് കെട്ടിയിട്ട് ചങ്ങലക്കിട്ട് കൊണ്ടുപോകുന്നത് കാണാറില്ലേ? അവരെ കോട്ടറിൽ പിടിച്ചുകൊണ്ട് മുട്ടിൻ കാലുകൊണ്ട് തട്ടിയിട്ട് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നത് കാണാറില്ലേ? എന്നാൽ അല്ലാഹുവിന്റെ സബാനി എത്തുന്ന മലക്കുകള്, പടച്ച റബ്ബിന്റെ മലക്കുകളെ പറ്റി അറിയോ? അവർക്ക് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനല്ലാതെ മറ്റൊന്നും കഴിയില്ല. അവർക്ക് വികാരങ്ങളില്ല, വിചാരങ്ങളില്ല, അണുമണി തൂക്കം ദയയില്ല, കാരുണ്യമില്ല. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ മാത്രം അറിയുന്നവരാ റബ്ബിന്റെ മലക്കുകള്. ആ മലക്കുകൾ കുറ്റവാളികളെ പിടിക്കുന്നത് പോലീസുകാർ പിടിക്കും പോലെയല്ല. തന്റെ നാവിക്ക് പിടിക്കുകയല്ല, തന്റെ പെരടിക്ക് പിടിക്കുകയല്ല. അല്ലാഹുവിന്റെ മലക്കുകള് കുറ്റവാളികളെ പിടിക്കുന്ന രംഗമാണ് ഖുർആൻ പറഞ്ഞത്. അവരെ കുടുമയെ പിറകോട്ട് മടക്കിയിട്ട്, അവരെ പാദംകാലും പിറകോട്ട് മടക്കിയിട്ട്, രണ്ട് കാലുകളും അവന്റെ കുടുമയും കൂടി ഒറ്റക്കൈയിൽ പിടിച്ച് വളച്ചു പിടിച്ചിട്ട് വരിയിൽ കൊണ്ടുപോയി നിർത്തുന്നതാ. അങ്ങനെ എത്ര കൊല്ലം റബ്ബ് മഹ്ശറിൽ നിർത്തുന്നതാ. അതിനുശേഷം റബ്ബ് വിചാരണയൊക്കെ ചെയ്തിട്ട് വിചാരണക്കൊരുങ്ങുന്നതിന്റെ മുമ്പ് ഞാൻ ഒരിക്കലും ഓർഡർ അനുസരിച്ചല്ല പറയുന്നത്, നിങ്ങൾക്ക് കേൾക്കണോ? അതിനുശേഷമാണ് സൂര്യനെ കൊണ്ടുവരുന്നത്. സൂര്യനെ കൊണ്ടുവന്ന് തലക്കുമീതെ നിർത്തുകയാ. ഇന്ന് കാണുന്ന ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള, 106 ലക്ഷം ഇരട്ടി വ്യാസമുള്ള, സെക്കൻഡിൽ 5740 ലക്ഷം ടൺ ഹൈഡ്രജൻ ഹീലിയമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഹൈഡ്രജന്റെ പിണ്ഡമാകുന്ന സൂര്യനെ ഇന്നുള്ള സൂര്യനേക്കാൾ 380 ഇരട്ടി വലിപ്പത്തിൽ അല്ലാഹു മഹ്ശറയിൽ കൊണ്ട് നിർത്തുമ്പോൾ ആ സൂര്യൻ ഒരു ചാണകലത്തിൽ ഉദിക്കുമ്പോ ഇരുമ്പനാ വെള്ളിത്തറക്കുമീതെ നഗ്നപാതരായി നിൽക്കുന്ന മനുഷ്യര് മുഴുവനും സൂര്യന്റെ വെയിൽ കൊണ്ട് വളഞ്ഞു പോയി. ശക്തമായ വേനലുണ്ടാകുമ്പോ വേനൽക്കാലത്ത് തെങ്ങിന്റെയും കമുങ്ങിന്റെയും പട്ടകൾ ഒടിയുന്നത് കാണാറില്ലേ? അന്ന് മഹ്ശറിൽ നിൽക്കുന്ന സർവ്വ മനുഷ്യന്മാരെയും തല വളഞ്ഞു പോകും, എല്ലാവരും വളഞ്ഞു കുത്തിപ്പോകും. ആ രൂപത്തിൽ സൂര്യനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിനുശേഷം പടച്ച റബ്ബ് ചെയ്യാൻ പോകുന്നത് ഞാനൊന്ന് പറയട്ടെ. അതിനുശേഷമാണ് അല്ലാഹു നരകത്തെ കൊണ്ടുവരുന്നത്. നരകത്തെ കൊണ്ടുവരാൻ പടച്ച റബ്ബ് കൽപ്പിച്ച്